മൂന്ന് തിരക്കഥാ വട്ടന്മാർ മെനക്കെട്ടിരുന്ന് മുക്കി ത്രികോണത്തിലിരുന്ന് പ്രേക്ഷകരെ മുഞ്ചിക്കാൻ എഴുതിയ കുറച്ച് എമ്പുരാൻ അല്പം മലയക്കൂട്ടെ വാലിബനും ഒക്കെ മിക്സ് ചെയ്ത് അവന്റെ കമ്മയ്ക്ക് വായുഗുളിയെ വാങ്ങാൻ വേണ്ടി തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്ത പടമാണ് 916 കുഞ്ഞൂട്ടൻ. സോ ഗൈസ്, ഈ കഥ ആരംഭിക്കുമ്പോൾ നമ്മുടെ ലുക്ക് മിസ്റ്ററിനെ തോട്ടിന്ന് പൊക്കിയെടുക്കുന്നില്ലാണ് തുടങ്ങുന്നത്. ചില സിനിമകളിൽ അടികൊണ്ട് അവശരായി കിടക്കുന്നവർ നാട്ടിലെ മൂപ്പരെന്ന പോലെ തോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കും കേട്ടോ. ശേഷം അങ്ങേരെ എണീറ്റിരുന്നത് ഈ കൊച്ചിന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞുതരാന്നും പറഞ്ഞ് പ്രേക്ഷകരെ മൊത്തത്തെ ഉസ്തിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ഇതാണ് നമ്മുടെ കഥാനായകൻ കുഞ്ഞൂട്ടൻ. മൈ ഗോഡ്, ബിനു കടിമാലി. പടത്തിൽ ആകെ ഒറ്റടുത്തേ ഉള്ളൂ. ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു കായൽ തീരത്താണ് ഈ സിനിമ നടക്കുന്നത്. ആ കായലിനകത്ത് കിടക്കുന്ന ചളിയേക്കാളും വലുത് അങ്ങനെ ഒരൊറ്റ സീന് ചെയ്തു വെച്ച് നാറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. എന്നെ വിടില്ലല്ലേ, വിടില്ലേ, വിടില്ലെന്നെ. അവിടെ ആരുമില്ല, രണ്ടെണ്ണം വിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞുവിടാൻ. ചളിമാലി ഇവിടുത്തെ പൊറോട്ട അടിക്കാരനാണ്. ഈ ഇരിക്കുന്ന ആശൻ നമ്മുടെ പക്രുച്ചേട്ടന്റെ അച്ഛനാണ്. അവരുടെ ആ നാട്ടിലെ 5 സ്റ്റാർ ഹോട്ടലിലെ പൊറോട്ട അടിക്കാരനാണ് ഇദ്ദേഹം. അപ്പൊ അങ്ങേര് പറയും, അങ്ങനെ ഏതൊരു മച്ചമ്പി വായു വലിച്ച് വാപ്പളന്ന് കിടക്കണം, അതുകൊണ്ട് പോണോന്ന്, ലീവ് വേണോന്ന്. അപ്പോഴാണ് ആ കടലിന്റെ ഒരു പുതിയ ജോയിനിങ് ഈ ചേച്ചി. പിന്നെ പറയണ്ടല്ലോ, കടിമാലി കള്ള് കണ്ട കറിയാച്ചനെ പോലെ വായിന്ന് വെള്ളം ഒലിപ്പിച്ചു തുടങ്ങി നിൽക്കും. സംഭവം മുതലാളി ഈ പെണ്ണിനെ ഇറക്കിയതാണെന്ന്. ഇങ്ങനെ പൊറോട്ടടി നിർത്തിയിട്ട് പോവാതിരിക്കാനായിട്ട്. അല്ലയോ ഇടയ്ക്കിടയ്ക്ക് ലീവ് വെച്ച് പോകുന്നു, ഇതാകുമ്പോ പോകില്ല. എന്നാലും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുതലാളി അങ്ങ് ജപ്പാനിൽ പോലും കാണൂലേട്ടാ. ഒരു തൊഴിലാളിയെ പിടിച്ചിരുത്താൻ വേണ്ടി കടലൊരു പെണ്ണിനെ ഇറക്കിയേക്കണ്. അയ്യേതേ കൈയെടുത്ത് കശത്തിനോട് നാറയുള്ളൂ. ഇനി ഈ വിവരം അറിഞ്ഞ് നമ്മുടെ കുഞ്ഞൂട്ട കടയിൽ വരും. എന്നിട്ട് അവിടുത്തെ പേര് വയ്ക്കുമേ. പേര് മിനി, നാള് ഭരണി, നാട് മാള, വരുന്ന കുംഭത്തിൽ 30 വയസ്സ്, അവിവാഹിത. അതെല്ലാം പോട്ട്. അതെന്തോന്ന് വയസ്സ് 30? ഏതി അമ്മച്ചിക്ക 30 കഴിഞ്ഞ് 300 കൊല്ലം കൊണ്ടായി. അവരെ മോള് 3 പ്രസവിച്ചാണ്. സോപ്പ് വാലിന്റെ ചാവച്ചോടാണ് അങ്ങനെ ഡയലോഗ് പറയണം. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ കുഞ്ഞൂട്ടന് ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞൂട്ടന് കല്യാണം ഒന്നും നടക്കണില്ല. ഓഫ്കോഴ്സ് അറിയാലോ, അതാണ് അവിടെ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം. പിന്നെ കുഞ്ഞൂട്ടൻ നാട്ടിലെ വലിയ പരോപകാരിയും സത്യസന്ധനും ഒക്കെ ആണെന്ന് പറയാൻ വേണ്ടി 2 രാഷ്ട്രീയക്കാരും തോന്നിക്കുന്ന ആൾക്കാർ ചുവന്ന കൂടി ബാക്ക്ഗ്രൗണ്ടിൽ വലിച്ചു കെട്ടി ഒരു കവലയ്ക്ക് മുന്നിൽ വന്നിരുന്നു ഒരു സാധു പെണ്ണിനെ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. 10-20 ലക്ഷം രൂപ ചുമ്മാ അങ്ങനെ കണക്കായിട്ട് കൊടുക്കുന്നുണ്ട്. വെറും ഒരു സാധാ പച്ചക്കറിക്കടയും ഹോട്ടലൊക്കെ ഉള്ള കുഞ്ഞൂട്ടന് എവിടെയാണ് ഇത്രയും കാശ്? നമ്മളെ പണി സിനിമയിൽ ചോദിക്കുമ്പോൾ കുഞ്ഞൂട്ട എന്തുട്ട സെറ്റപ്പ് കുഞ്ഞൂട്ടൻ സംഭവം ഇവർക്ക് ഗൈസ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇരിക്കും ഗൈസ്, നമ്മളെ കുഞ്ഞൂട്ടനെ ഇഷ്ടപ്പെട്ട് മാട്രിമോണിയിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വരും. അത് നമ്മുടെ ഡയാനാണ് ഈ സിനിമയിലെ നായിക. അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തെ സീനില് പാറശാല ഒരു കോണിലെ അച്ഛനും നെടുമങ്ങാട് ഒരു മുക്കിലെ അമ്മയുള്ള ഒരു അണ്ണൻ, പക്കാ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ ഈ അണ്ണന് പാറശാല സെൽവൻ എന്നാണ് എന്തോ പേര്, അല്ല പേര് പറഞ്ഞില്ല. അങ്ങനെ കൊണ്ട് പാവക്ക ജ്യൂസ് ഉമ്മാർ കുടിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് 916 കുഞ്ഞൂട്ടന്റെ വലങ്കൈ, മറ്റേത് ഒന്നിടകൈ. ഇവരെന്തിനാണ് അങ്ങനെ കൊണ്ട് പാവക്ക ജ്യൂസ് കുടിപ്പിക്കണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ വഴി നിങ്ങൾക്ക് മനസ്സിലാവും അവരാരാണെന്നൊക്കെ. പിന്നെ അങ്ങനെ പേര് മുത്തു എന്നാണ് കേട്ടാ. മീൻവെയിൽ നമ്മുടെ കുഞ്ഞൂട്ടൻ മാട്രിമോണിയിലെ ചേച്ചിയുടെ ഫോട്ടോയും കണ്ട് അയവിറക്കിയിരിക്കുകയാണ്. എന്താടി നമ്മളെ കുഞ്ഞൂട്ടന് കുഴപ്പം? കുഞ്ഞൂട്ടനെ ഇഷ്ടപ്പെട്ടൊരു പെണ്ണ് വന്നത് അവക്ക് പിടിച്ചില്ല. കുഞ്ഞിക്കുട്ട ഇവളെ എന്ന് തന്നെ സസ്പെൻഡ് ചെയ്യും. കുഞ്ഞൂട്ട ഈ നാടിന്റെ മുത്താണ്. ഇത് കുഞ്ഞൂട്ടന്റെ ഒരു ഓഫീസാണ്. ഇവർ രണ്ടുപേരും ഇരുന്നൊരു ദുബായ് പാർട്ടിയുടെ കേസും ദുബായിലെ വലിയൊരു ക്ലയന്റ് കേസും ഡിസ്കസ് ചെയ്യുകയാണ്. ഇനി അതെന്താണെന്നല്ലേ പറയാം. ഏകദേശം നമ്മുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് വെച്ചോ. നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ നമുക്ക് എന്ത് ഉപദേശം തരും? ഏറ്റവും കൂടിപ്പോയി അവന്മാരെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ നിക്കറട്ട് ഫോട്ടോ ഫ്ലക്സ് അടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കരുത് ആപത്താണെന്ന് പറയുമായിരിക്കും. അതും അല്ലെങ്കിൽ പറയുമ്പോ നമുക്ക് ഗോവയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ച് വരാൻ. ഇനി അതിനേക്കാളും കടന്നു പോകണമെങ്കിൽ കാർത്തിക് സൂര്യോ മാഹി മച്ചാനോ വല്ലോ ആയിരിക്കണം നമ്മൾ. പക്ഷെ ഇവിടെ കുഞ്ഞൂട്ടന്റെ ഫ്രണ്ട്സ് സ്നേഹമുള്ളവരാണ് ഗൈസ്. കുഞ്ഞൂട്ടൻ കല്യാണം കഴിച്ച് ആദ്യരാത്രിയൊക്കെ വരാൻ പോവല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൂട്ടന് അഡ്വാൻസ് ആയിട്ട് ഒരു ആദ്യരാത്രി ഉമാരങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഭാഗ്യമുള്ളവനെ, വല്ലാത്ത കൂട്ടുകാരൻ എന്റെ പൊന്നെ. കുഞ്ഞൂട്ട അവിടെ അവളെ വിരളി പിടിച്ച് ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടെ പോലീസ് വരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പാളി പോക്കും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ഈ നെല്ലിക്ക വിളിക്കുന്ന പോലീസുകാരൻ വന്ന് അവളുടെ അടുത്ത് ഒലിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. ഞാൻ ഒറ്റയ്ക്ക് ഒരു റെയ്ഡുമായിട്ട് വരാം. എന്തായാലും ഒറ്റയ്ക്ക് ഒരു ബ്രെഡ് കിട്ട് വരാന്ന. എനിവേ കുഞ്ഞൂട്ട എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ കിടന്നൊരു തൊട്ടിൽ കയറി കിടക്കുന്നു. അല്ല എന്റെ സംശയം, ഇവക്ക് ഇവിടെ നീ തൊട്ടിൽ ഇനി അവക്ക് കുട്ടിയുണ്ടോ? കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി ഇവിടെ പോയി എങ്കിലും ആ കുട്ടിയുടെ അച്ഛനാര്? പിന്നെ എന്തിനു വിളി പണി ചെയ്യുന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. ഓക്കെ, എനിവേ ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് സ്മോൾ. അങ്ങനെ അവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങെല്ലാം നടന്ന് കല്യാണം എല്ലാം ഉറപ്പിച്ച് എല്ലാവരും സെറ്റ് ആയിരിക്കുമ്പോൾ ടി.ജി. രവി വന്നിട്ട് കുറച്ച് കോമഡി ഒക്കെ പറയാൻ വേണ്ടി വരും. പിന്നെ ലാപ്ടോപ്പിൽ ഭാവി വധുവിന്റെ ഫോട്ടോ നോക്കിയിരുന്ന അയവിറക്കും. പിന്നെ ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കല്യാണവും കഴിയും. ഈ പടം ഒരു മൊണ്ണപ്പടമാണെങ്കിലും അത് അത്യാവശ്യം പൈസ മുതലേക്ക് നല്ല ക്യാമറ വർക്കൊക്കെയാണ്. സീരിയൽ പോലും ഒന്നും എടുത്ത് വെച്ചേക്കണം. ഇനി ഈ പടം അങ്ങോട്ട് മൊത്തം കുഞ്ഞൂട്ടന്റെ ആദ്യരാത്രി ലഹളയാണ്. എനിക്ക് തോന്നിപ്പോ ഈ പടത്തിന്റെ പേര് 916 കുഞ്ഞൂട്ടൻ എന്നുള്ള പേര് മാറ്റിയിട്ട് കുഞ്ഞൂട്ടന്റെ ആദ്യരാത്രി എന്നാക്കിയാലും മതിയായിരുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രി കുഞ്ഞൂട്ടൊന്ന് ആദ്യ രാത്രിക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിൽ ഒരു പേട്ട് കിളവനെ വെള്ളം ഒടിച്ച് ഫിറ്റായിട്ട് ഐസിയുലായി പോകും. പിറ്റേന്ന് രാവിലെ ഒന്ന് ആദ്യ രാത്രിക്ക് നോക്കുമ്പോൾ അതും നൈസായിട്ട് അങ്ങ് പാളിപ്പോകും ഗൈസ്. എന്തിനു പറയണം, ആ നാട്ടിലെ കുഞ്ഞൂട്ടന്റെ ആദ്യ രാത്രി ഒഴികെ വയലിൽ കിടന്ന ചേര വരെ എണിച്ച് നടക്കും. അങ്ങനെയുള്ള റൊമാൻസിന്
എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എടിയും മറുതേ എന്തൊരു സ്വഭാവടി നീ. കുഞ്ഞുട്ടനെ ഇതൊക്കെ കേട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പാതിരാത്രി കുഞ്ഞുട്ടന്റെ കൂട്ടുകാരെ ഫോണിൽ വിളിക്കണം. എന്നിട്ടേ വല്ലതും നടന്നാന്ന്. അവളാണെങ്കിൽ അവിടെ കിടന്ന് ഡോൾബി അറ്റ്മോസ് വെച്ച് കൂർക്കം വലിക്കണം. ഒരു മനുഷ്യൻ സൈക്കോയി പോവാൻ ഇതിനേക്കാളും കൂടുതലൊന്നും വേണ്ട, ഇത് മതി. ഇനി ഇത് കഴിഞ്ഞ് മറ്റൊരു ദിവസം ശനി പഞ്ഞിയുടെ രൂപത്തിലും വരുമെന്ന് പറഞ്ഞ പോലെ കുത്തിയിരുന്ന് പഠിച്ച് പേസ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് ജോലി ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് കുഞ്ഞുട്ടൻ ഇപ്പം. ഒടുവിൽ സഹി കേട്ട് കൊത്തിമുട്ട കുഞ്ഞുട്ട അവളെ കയറി ഒരു ഫ്രഞ്ച് സംഘടിക്ക്. പെട്ടെന്ന് അവള് വയലിനായി ചാടി എനിക്ക് കുഞ്ഞുട്ടന് രണ്ട് അപരാധം. ഞാൻ പോണു. ഗസ് എന്താണ് പ്രശ്നം വെച്ചല്ലേ, ഈ ഡയാനക്കില്ലേ അവൾക്ക് പണ്ടൊരു ട്രോമ വന്നിട്ടുണ്ട് അവളുടെ സാറിന്റെ. അത് കാരണം അവളെ ദേഹത്ത് ആരും തൊടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കുഞ്ഞൂട്ടനെ തെരഞ്ഞെടുത്ത. കുഞ്ഞൂട്ടനാകുമ്പോഴത്തേക്കും അങ്ങനത്തെ പരിപാടിയൊന്നും കാണില്ലെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്ന. ഇവിടെ വന്നപ്പോ ഇവന്റെ ശരീരം മൊത്തം കാമം പാണി പാളി എന്ന് പറഞ്ഞാൽ മതില്ല. ബട്ട് ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ യു ബ്രോ. അങ്ങനെ ഭാര്യയൊക്കെ പിണങ്ങി പോയിരിക്കുന്ന കുഞ്ഞൂട്ടന് പെട്ടെന്ന് ഒരു കോള് വരും. അതാരാണെന്ന് അറിയാമോ? കുഞ്ഞൂട്ടന്റെ പഴയ സ്കൂൾമേറ്റ്. ഒരു കാര്യമില്ലാതെ എന്തിനായിരിക്കും കുഞ്ഞൂട്ടനെ ഈ സ്കൂൾമേറ്റ് ഇപ്പൊ വിളിച്ചത്? ആരാണേലും കുഴപ്പമില്ല കുഞ്ഞൂട്ട. കുഞ്ഞൂട്ടന് ഒരു ജീവിതം കിട്ടി കണ്ടിട്ട് കണ്ണടച്ചാൽ മതി എനിക്ക്. അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കുമേ ഒരു ചുമല ഷർട്ടും കുറി അടിച്ച മനുഷ്യൻ വന്ന് കുഞ്ഞുട്ടിനെ ഭീഷണിപ്പെടുത്തും. ഏലാൽ അവളെ കണ്ടുപോകരുതെന്ന് പറയും. തെലുങ്ക് സിനിമയിലെ വില്ലന്മാര് വരുന്ന പോലെ വരേണ്ട കാര്യമൊന്നുമില്ല. സത്യം, തെലുങ്കിലെ വില്ലന്മാര് വരുന്ന കണക്കല്ലേ. ഇതിലെ സ്റ്റാൻഡ് ഡയറക്ടർ ഏതാ തെലുങ്കിനാണെന്ന് ടോപ്പൂട്ട് വന്നിരിക്കണ വല്ല കാളയും കുത്തിയുള്ളവനാ. അതെന്തോന്ന് പാവം കുഞ്ഞുട്ട. ആ പാവം മനുഷ്യനെ കൊണ്ട് എന്തിനാ ഡയറക്ടർ നീ ഇമ്മാതിരി കോമാടിത്തരമൊക്കെ കാണിപ്പിച്ചു വെച്ചാ? കുഞ്ഞുട്ട അവരെ നോക്കി വത്സം കാണിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞുട്ടിനെ അച്ഛനെ ഇവന്മാര് പൊതിരെ തല്ലും ഗൈസ്. തല്ല് മാത്രമോ നാട്ടുകാരെ മുമ്പിട്ട് തുണിയൊക്കെ വലിച്ച് പറിക്കും ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിക്കും കുഞ്ഞുട്ട സേതുമാവതനെ പോലെ ഒരു കത്തിയായിട്ട് ഇറങ്ങി വരുമെന്ന്. കുഞ്ഞുട്ടൻ പോട്ട് ഈ മൊണ്ണക്കിഴങ്ങയില്ലേ, ഇങ്ങേരെ ഒന്നും പറയൂല. ഇങ്ങേരെ പോയി വീട്ടിൽ ഇരുന്നിട്ട് അവനെ പോലെയുള്ള ഊച്ചാളികളെ ഒതുക്കാൻ അതിനുള്ള സുഹൃത്ത് ബലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് പോയിട്ടേ ഇവന്മാരെ ഒതുക്കയറ്റ് ആരെയാണ് വിളിച്ചോണ്ട് പറയണെന്ന് അറിയാമോ? ഇന്റർവെൽ ബാബല്ലേ അത്? അല്ല ഇങ്ങേരൊന്നും അല്ലട്ടാ. വിളിച്ചോണ്ട് പറഞ്ഞ ആളാരെന്ന് അറിയാമോ? ലോകത്തിലെ ഏത് വ്യക്തിയുടെ ശബ്ദം സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത മനുഷ്യൻ. ട്യൂപ്പിട്ട് കയറി വന്ന് വളർന്ന് വലുതാകും മുന്നേ കഴിവില്ലാത്ത കൊണ്ട് ഫീൽഡ് ഔട്ടായി പോയ നടൻ. മിമിക്രി കലാവേദികളിൽ പോലും ആരും വിളിക്കാതിരുന്ന പകരം വെക്കാൻ ആളുള്ള നടൻ. സാക്ഷാൽ ടിം ടോം. ടോം. ഇതെന്താടാ ഏറ് മൊത്തം വലിച്ചു കയറ്റി? അത് മീശ അതാ മിസ്സയില്ല. മലയിക്കോട്ടെ വാലിബിലാടെ തൊലയാൻ പോയ പൊട്ടൻ അതാണ്. അങ്ങനെ ഗുണ്ടകളെ തല്ലാൻ വേണ്ടി ടിനിറ്റോമിനെ കൊണ്ടുവരുമ്പോ ടിനിറ്റോം അവിടെ ഒന്ന് മസിലൊക്കെ ഉരുട്ടി ഇങ്ങനെ ഇരിക്കുമേ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നല്ലാതെ മീൻവെൽ കുഞ്ഞുട്ടൻ തന്റെ പുതിയ കാമുകിക്ക് ഒരു മോതിരം കൈമാറും. പെട്ടെന്ന് സെയ്ദ് മസൂദ് ഞാൻ ഒരു ചെമ്പുരാൻ ലൂസിഫർ ആണെന്നടേ. സെയ്ദ് മസൂദ് അത് ഇന്റർനാഷണൽ ഡീലിങ്ങിന് പോയെന്നാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന്. ഗസ് ഇനി ഞാൻ ഈ സിനിമയുടെ സസ്പെൻസും സത്യവും അങ്ങ് പറയാം. ദേ ഇവളല്ലേ കുഞ്ഞൂട്ടന്റെ പുതിയ കാമുകി. കുഞ്ഞൂട്ടനുമായിട്ട് എന്തിനാണ് അടുക്കണേന്ന് അറിയാമോ? കുഞ്ഞൂട്ട ഒരു അണ്ടർവെയർ ഡോൺ ആണ്. കുഞ്ഞൂട്ടന്റെ വലങ്കയാണ് ഈ ബിഗ് ബില്യൺ സെയിലിന് വാങ്ങിച്ച സെയ്ദ് മസൂദ് ജൂനിയർ. ഇവർ ഈ ഹോട്ടലിന്റെയും പച്ചക്കറിയുടെയും മറവിൽ ഇന്റർനാഷണൽ അതുലൊക്കെ ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് ഗൈസ് ചെയ്യുന്നത്. കുഞ്ഞൂട്ടന്റെ ബുദ്ധിയും മറ്റേ കോട്ടും കണ്ണടയും വെച്ചവന്റെ ശക്തിയും പല തന്ത്രപ്രധാന രീതിയിലൂടെയും ഇവർ സ്വർണം കടത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. അതിബുദ്ധിമാനായ കുഞ്ഞൂട്ടൻ തന്റെ കാമുകി കൊടുത്ത മോതിരത്തിനകത്ത് ഒരു ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. കുഞ്ഞൂട്ടനെയും ടീമിനെയും വകവരുത്താനുള്ള പദ്ധതി, അവരുടെ പദ്ധതിയൊക്കെ കുഞ്ഞൂട്ടൻ അതുവഴി ഇരുന്ന് കേൾക്കും. കാരണം എന്താണെന്നോ, കുഞ്ഞൂട്ടന്റെ അതേപോലത്തെ പണി ചെയ്യുന്നവരാണ് അവരും ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും റൈവൽസ് ആണ്. റൈവൽസ് പോട്ടി. ഇനി ഇവനില്ലേ, ഇവനാണ് മറ്റൊരു ടീമിലെ മെയിൻ ആള്. ഇവരുടെ ഗ്യാങ്ങും കുഞ്ഞൂട്ടന്റെ ഗ്യാങ്ങോട്ടാണ് ഈ പ്രശ്നമൊക്കെ ഉള്ളത്. പക്ഷെ കുഞ്ഞൂട്ടൻ നാട്ടിലൊരു നല്ല പ്രൊഫൈലൊക്കെ കീപ്പ് ചെയ്തിട്ട് അടി കൂടെ ഈ പരിപാടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അയ്യോ പറഞ്ഞോണ്ടിരുന്നപ്പോ പെട്ടെന്നങ്ങ് പോയി. നമുക്കൊരു ഫൈറ്റ് കാണാം. ആ ഫൈറ്റ് നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിനകത്ത് സ്വർണം മൊത്തം ഉണ്ട് ഗൈസ്. അതിനാണ് ആ ഫൈറ്റ് നടന്ന. അത്ര അറിഞ്ഞാൽ അത് അങ്ങനെ ഒരുത്തൻ പാവക്ക ജ്യൂസ് കുടിക്കുക, അൽഫാം അടിക്കാൻ നിൽക്കുക, അതൊക്കെയാണ് ഇങ്ങനെ സിനിമയിലെ ഈ റോൾ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് കം ടു ദ ക്ലൈമാക്സ് ഫൈറ്റ് ഓഫ് ദി സിനിമ. ഓക്കെ, ഇതും മറ്റേ ലൂസിഫറിലെ സെയ്ദ് മസൂദ് മറ്റേ ലേസർ വെച്ച് പിടിക്കൂലേ, അത് തന്നെ സീൻ. ഇത് മറ്റേ 10 രൂപയ്ക്ക് ഉത്സവ പുറമെ കിട്ടാൻ ലേസർ ഇല്ലേ കണ്ണിലടിച്ച് കളിക്കുന്ന ആ ലേസർ ആണെന്നേ ഉള്ളൂ. അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ പൂച്ച ലേസർ പിടിക്കാൻ കിടന്ന ഓടിയനല്ലേ, നല്ല രസമായിരുന്നു തന്നെ. എനിവേ ഫൈറ്റിനൊടുവിൽ ഗൈസ് എല്ലാരെയും വെടിവെച്ച് രക്ഷിച്ച് കുഞ്ഞൂട്ടനെ രക്ഷിച്ച് അവർ ടീം എല്ലാരും കൂടി അവിടെ നിന്ന് സ്വർണ്ണം എടുത്ത് കടന്നുപോയി സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും ഗൈസ്. ഒരു കണ്ടെയ്നർ പോയ കണ്ട അതാണ്ട് ഇത് തന്നെ. ആ കണ്ടെയ്നർ മൊത്തം സ്വർണ്ണമാണ്. ഇതാണ് സംഭവം. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടേക്ക് ലുക്ക് മിസ്റ്റർ കടന്നു വരുന്നുണ്ട്. ഇതാണ്ട ഇയാളിത് എവിടെ നിന്നാണ് വന്നതെന്ന് എന്തിനാണ് വന്നതെന്നോ ആർക്കും അറിഞ്ഞൂടാ. ഇതെന്തിരി സെയ്ദ് മസൂദ്. സെയ്ദ് മസൂദ് എയർപോർട്ടിൽ പോയിട്ട് മറ്റേ ക്ലയന്റിനെ എന്തോ സാധനം മാറി സെറ്റാക്കിയല്ല. ഓക്കെ, കുഞ്ഞൂട്ടൻ ഭാര്യനെ വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഭാര്യയ്ക്ക് കുഞ്ഞൂട്ടൻ്റെ സ്നേഹം മനസ്സിലാവും. വലിപ്പമില്ലാതെയാണ് എൻ്റെ വലിപ്പം ഇല്ലായ്മ എന്നുള്ളൊരു
പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം അല്ലേ? അങ്ങനെയല്ലേ? ശരി. അതൊക്കെ കണ്ട കണ്ണി പിടിച്ചൊരു ഉമ്മയെ കൊടുത്ത് പാവം. ഈ സിനിമ ഇങ്ങനെ തീരും കേട്ടാ. തീരുമ്പോ കുഞ്ഞോട്ടൊരു കോൾ വന്നിട്ട് പിന്നും വേറെ സെക്കൻഡ് പാർട്ടിനായിട്ട് എന്ത് ലീഡൊക്കെ എന്തിനാത്തോ. ഗൈസ്, ഇത്രയും സമയം സിനിമ കണ്ടതിൽ നിന്ന് എന്റെ ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ലുക്ക് മിസ്റ്റർ അല്ലേ, ലുക്ക് മിസ്റ്റർ ആ കൊച്ചിന്റെ അടുത്ത് പറയുന്നതാണ് ഈ കഥ. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ മിസ്റ്റർ ലുക്ക് മിസ്റ്റർ. ഒരു കൊച്ചിന്റെ അടുത്ത് പറയാനുള്ള കഥയാണടാ കള്ളവെടി, അധോലോകം, ഗുണ്ട സെറ്റപ്പ്, ഗോൾഡ് സ്മഗ്ലിങ്, തോക്ക്, ബോംബ്, ആദ്യരാത്രി. എടോ തനിക്കൊരു അല്പമെങ്കിലും വിവരമുണ്ടോ? ഒരു പൊടി കൊച്ചിന്റെ അടുത്ത് പറയണ കഥയാണ് ഇത്. അയ്യയ്യേ, ഞാൻ പോണി, എനിക്കിനി പറ്റില്ല. ഇന്നത്തേക്ക് ഇത് മതി ഗൈസ്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.